ഹായ് ഫ്രണ്ട്സ്, ഞാൻ റോസാണ്. റോസ് കളക്ഷൻസ് തൃശ്ശൂരിൽ നിന്ന്. ഇന്നത്തെ വീഡിയോ നമ്മൾ ടോപ്പുകൾ മാത്രമാണ് ചെയ്യുന്നത്. വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ടോപ്സ് നിങ്ങൾക്ക് ഏതിൻ്റെ ഒപ്പം ലെഗിങ്സിൻ്റെ ഒപ്പം ആയാലും സിഗരറ്റ് പാൻസിൻ്റെ ഒക്കെ ഒപ്പം പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പ് മെറ്റീരിയലാണ് കാണിക്കുന്നത്. റോസ് സിൽക്ക് മെറ്റീരിയൽസും ഉണ്ട്, അതുപോലെ തന്നെ ജോർജറ്റ്, ഫോക്സ് ജോർജറ്റിൻ്റെ ഒക്കെ മെറ്റീരിയൽസുമേ നമ്മൾ വർക്ക് ചെയ്തതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, പ്രൊഡക്ട്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് നമ്മളിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് കാണാൻ പറ്റുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലൈക്കൻ, ഓൾ എന്നുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ മാത്രമാണ് നമ്മളിടുന്ന എല്ലാ റെഗുലർ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാനും അതിൻ്റെ ഫുൾ വാച്ച് ചെയ്തിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഈസിനെസ് ഉണ്ടായിരിക്കാം. അപ്പോൾ വിഷു എല്ലാവർക്കും ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് കട്ട് വർക്കാണ്. റോസ് സിൽക്കാണ്, ബോട്ടിൽ ഗ്രീൻ കളറ്, നല്ല ഭംഗിയുള്ള ഇതാണ് വരുന്നത്. കട്ട് വർക്ക്സ് ആണ് വരുന്നത്. ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡിലാണ് കട്ട് വർക്ക് ചെയ്തേക്കുന്നത്. കാലിൻ്റെ ഭാഗത്തേക്കാണ് ഈ ഒരു വർക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വരുന്നത്. ടോപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ 3 ഡിസൈൻസാണ് വരിക ടോപ്പിൻ്റെ അടിയിലേക്ക്. അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ പോർഷനിലേക്കും ഇതേപോലെ ഒരു ചെറിയ ഡിസൈൻ അതിനോട് മാച്ച് ചെയ്തിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ടോപ്പിൻ്റെ അടിയിലേക്കായിട്ട് 3 ഡിസൈനായിട്ട് വരും. അതുപോലെ തന്നെ 2 സ്ലീവ്സുമേയും നമുക്ക് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഒരു ലുക്ക് വരിക. അതിൻ്റെ ടോപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ 3 ഡിസൈൻസ് ആയിട്ടാണ് സ്റ്റിച്ചിങ്ങിൽ ചെയ്ത് കഴിയുമ്പോൾ വരാം. ഇത് റോസ് സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കൂടുതലാണ്. പ്ലസ് നമുക്കിതുപോലത്തെ കട്ട് വർക്ക് അടക്കമാണ് ഇതിൻ്റെ റേറ്റിംഗ് വരാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരാം 2400 ആണ് ഈ ടോപ്പിലോൻ്റെ പ്രൈസ് റേഞ്ച് വരാം. പക്ഷെ നമ്മൾ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ നല്ലൊരു പീസായിരിക്കും. ഇതേപോലെ വരും. നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്തു പോയിട്ടുള്ള കട്ട് വർക്കാണ് വരാം. ഓക്കെ, നെക്സ്റ്റ് പീസ് വരുന്നത് ഇതേപോലെ തന്നെ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഫുള്ളി റിബൺ വർക്കാണ് ചെയ്തേക്കുന്നത്. ഇതും ഫുൾ ടോപ്പുമേ നല്ല സ്പെസിഫിക് ആയിട്ട് ലൈറ്റ് ഷെയ്ഡ് ലാവൻഡർ, ലൈറ്റ് യെല്ലോ ആൻഡ് സ്കൈ ബ്ലൂ, ഈ 3 ഷെയ്ഡ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള മോഡലാണ് വരിക. സ്ലീവ്സുമേയും ഇതേപോലെ തന്നെ ഡിസൈനിങ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1500 ആണ്. ഇതേപോലെ സ്ലീവ്സുമേയും നമുക്ക് ഒരു ഡിസൈനായിട്ട് ബഞ്ചായിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് ഇങ്ങനെയാണ് വരിക. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഹാഫ് ഏരിയയിൽ വർക്ക് ഉണ്ടായിരിക്കില്ല. നെക്ക് നമുക്ക് ഇതിൻ്റെ ഇടയിലാണ് വരിക. ഈ ഒരു പാറ്റേണിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു കുറച്ച് വ്യത്യാസത്തിലാണ് ചെയ്ത് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് പാൻസും ലെഗിങ്സും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിലത്തെ ഏത് കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ എന്ന ഷെയ്ഡ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ വരും. ഇതിൻ്റെ നമുക്ക് ചെസ്റ്റ് ഏരിയയിൽ തന്നെയായിട്ട് ഇതേപോലെ റിബൺ വർക്ക് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരുപാട് ഹെവി ഒന്നല്ല. നല്ലൊരു ഡുപ്പിയോൺ സിൽക്ക് മെറ്റീരിയലാണ്. ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. യോക്ക് ഏരിയയിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് വെച്ചിട്ട് നമ്മൾ റിബൺ വർക്ക് ചെയ്ത് പോയിക്കുന്നതാണ്. അത് റിബണിൽ തന്നെ ലീവ്സും നോട്ട്സും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1200 ആണ്. യോക്ക് ഏരിയയിൽ മാത്രമാണ് വർക്ക് വരിക. മെറ്റീരിയൽ അടക്കം നമുക്ക് സിമ്പിളായിട്ടൊക്കെ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്കൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. ഓഫ് വൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിമേ ആപ്ലിക് വർക്കാണ് ചെയ്തു പോയിരിക്കുന്നത്. ഇതേപോലെ ഫുള്ളി കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഓഫ് വൈറ്റിമേ നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരാം. ഇതും അത്യാവശ്യം സിമ്പിളായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വരായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. റെഡ് കളറിൻ്റെ സിഗരറ്റ് പാൻസോ ചുരി ബോട്ടം ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലബ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. റെഡ് കളർ ദുപ്പട്ട, നെറ്റ് ദുപ്പട്ടയിലും വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 950 ആണ്. ടോപ്പിൻ്റെ ചെസ്റ്റ് ഏരിയയിൽ മാത്രമാണ് ഇതേപോലെ കട്ട് ബീഡിൻ്റെ ആപ്ലിക് വർക്ക് വരാം. ഒരു ചെറിയൊരു ഡിസൈൻ, ഒരുപാട് ഹെവി ആയിട്ട് വർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലാസി ആയിട്ട് വരും. മെറ്റീരിയലും നല്ലതാണ്. ഇതിൻ്റെ സ്ലീവ്സുമേ ഉണ്ട് കേട്ടോ. സ്ലീവ്സുമേ ഇതേപോലെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് റേഞ്ച് വരുന്നത് 950 ആണ്. ഇതേപോലെ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ വരും. ഒരു സെമി ടെക്സ്ചർ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. കോട്ടൺ മിക്സ് ഉണ്ടെന്ന് മാത്രം മെറ്റീരിയൽ. നെക്സ്റ്റ് മെറ്റീരിയൽ വരുന്നത് ഇതേപോലെ ഡുപ്പിയോൺ സിൽക്കിലാണ്. ഫുള്ളി നെക്കിൽ ഇതേപോലെ കട്ട് ബീഡ്സ് സീക്വൻസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. ഇതേപോലെ ചെറിയൊരു പാർട്ടി വെയർ ലുക്കാണ് ഇതിന് വരിക. അതിൽ സ്ലീവ്സും നമുക്ക് ഇതേപോലെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1050 ആണ്. നല്ലൊരു ഓഷ്യൻ ഗ്രീൻ കളറുമേ ഫുള്ളി വർക്കായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നന്നായി ഫ്ലോയി ആയിട്ട് മേത്ത് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. കട്ട് നെക്കിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള വർക്ക് പ്ലസ് സ്ലീവുമേയും വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ക്രഷ് ഡുപ്പിയോൺ സിൽക്ക് മെറ്റീരിയലാണ്. ഇതിൻ്റെ ടോപ്പിൻ്റെ അടിഭാഗത്ത് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ടോപ്പിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ ഒരു ഏരിയയിൽ ട്വൈൻ കട്ട് വർക്കാണ് ചെയ്തു പോയിരിക്കുന്നത്. ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് വർക്ക് ഫോളോ ചെയ്യും. നല്ല സിംപിളി ഇത് ബെസ്റ്റ് ആയിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ട്വൈൻ കട്ട് വർക്ക് ചെയ്തു പോയിരിക്കുന്നത്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള മോഡലാണ്.
ഇതേപോലെ നമ്മൾ സ്ലിറ്റ് ഏരിയ ആണ് ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ക്ലബ് ചെയ്തിട്ട് വരാം. നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറുമേ പിങ്ക് കൊണ്ടാണ് കോമ്പിനേഷൻ ചെയ്ത് പോയിക്കുന്നത്. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. 1500 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരാം ടോപ്പിൻ്റെ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ചെസ്റ്റ് ഏരിയയിൽ ഇതേപോലെ ഹെവി ആയിട്ടുള്ള കട്ട് ബീഡ് വർക്ക് വെച്ചിട്ടുള്ള ടോപ്പ് മെറ്റീരിയലാണ്. ഇത് ഫോക്സ് ജോർജറ്റ് മെറ്റീരിയലാണ്. ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് പാർട്ടി വെയറിനൊക്കെ പറ്റിയൊരു മോഡൽ ടോപ്പാണ്. ഇതേപോലെ ഗോൾഡൻ ആണ് കട്ട് ബീഡ്സ് ചെയ്ത് പോയിക്കുന്നത്. ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നമുക്ക് ഇങ്ങനെയാണ് വരാം. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ്സുമേ നമ്മൾ ക്ലബ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1050 ആണ്. ഈ ഒരു ടോപ്പിൻ്റെ മാത്രം പ്രൈസ് റേഞ്ച് വരുന്നത് 1050 ആണ്. യോക്കിലും അത്യാവശ്യം വർക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്ലീവ്സുമേ അത്യാവശ്യം ഹെവി ആയിട്ട് വരും. അപ്പോൾ ഇത് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അതേ സെയിം പാറ്റേൺ നെക്കിൻ്റെ അവിടെ ഈ പോലെ ഗോൾഡിൻ്റെ ബീഡ്സ് വർക്ക്, കട്ട് ട്യൂബ് വർക്ക്, ചെറിയ ചെറിയ കട്ട് ട്യൂബ്സ് ആണിത്. അതേപോലെ തന്നെ സ്ലീവ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെയിം പ്രൈസ് റേഞ്ച് 1050 തന്നെയാണ്. ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് അതിലൊരു കളറും കൂടി ഉണ്ട്, ബ്ലാക്ക് ആണ് വരുന്നത്. ഇതും ഇതേപോലെ തന്നെ നെക്ക് ഏരിയയിൽ നമുക്ക് ഹെവി ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ വർക്ക് വരും. പ്ലസ് അതിൻ്റെ സ്ലീവ്സുമേ നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ട്യൂബിൻ്റെ വർക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. സെയിം പ്രൈസ് റേഞ്ച് 1050 ആണ് വരുന്നത്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് മെറ്റീരിയലാണ്. ടോപ്പുമേ ഫുള്ളി ട്വൈൻ കട്ട് വർക്കാണ് ചെയ്ത് വെക്കുന്നത്. ഇതേപോലെ വരും. അത്യാവശ്യം ലെങ്ത്തിലാണ് വർക്ക് വരുന്നത്. ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1800 ആണ്. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് മെറ്റീരിയലാണ്. ഫുള്ളി യോക്ക് ഏരിയയിൽ ഒരു ഹാഫ് ഏരിയ വരയ്ക്ക് നല്ല ഹെവി ആയിട്ട് ട്വൈൻ കട്ട് വർക്കാണ് ചെയ്ത് പോയിക്കുന്നത്. ടോപ്പ് വരുന്നത് ഫോക്സ് ജോർജറ്റ് മെറ്റീരിയലിലാണ്. വളരെ എലഗൻ്റ് ആയിരിക്കും. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരാം. 1800 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നെക്ക് ഏരിയയിൽ മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് സാറ്റിൻ സിൽക്ക്, മറ്റേ ജോർജറ്റ് ഷിഫോൺ ആ മെറ്റീരിയൽ തന്നെ ഒന്നുകൂടി ഷൈനിനെസ് ഉള്ള മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 1200 ആണ് ഇതിൻ്റെ. ഇതേപോലെ എംബ്രോയിഡറി ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട്. വൈറ്റിലാണ് ഡിസൈനിങ് വരാം. അതും വളരെ ലവ്ലി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ വരാം. വളരെ സ്റ്റൈലിഷ് ആയിട്ട് സെയിം പ്രൈസ് റേഞ്ചാണ്. 1200 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരാം. ടോപ്പ് എലോണായിട്ട് നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും ദുപ്പട്ടയും ബോട്ടമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും പീസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഓപ്ഷനിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും